ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പുതുവർഷ ആശംസകൾ നേരുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും യുവജനങ്ങൾ അകന്നു പോകാമെന്നല്ല, പോയി അല്ലേ? പാൻഡമിക് കഴിഞ്ഞ് യുവജനങ്ങൾ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ യുവജനങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ തല്ല് തീരുന്നില്ല, നമ്മുടെ തല്ലുകള് തീരുന്നില്ല. അത് അപ്പൊ എന്ത് സംഭവിച്ചു? അവരുടെ പള്ളിക്ക് ചുറ്റും അവർ കരോള് മുതല് പള്ളി പെരുന്നാൾ മുതല് DJ പാർട്ടി വെച്ചുകൊണ്ട്, അല്ലെ, പണ്ട് മുക്കാലം പാടിയെങ്കിൽ ഇന്ന് വേറെ തരം പല പാട്ടുകളും പാടിക്കൊണ്ട് പള്ളിയുടെ ചുറ്റും തുള്ളിച്ചാടി. അത് ഞാൻ കേട്ടു, അല്ലെ, പച്ചത്തെറി വരെ പറയുന്ന തരത്തിലുള്ള യുവജനങ്ങൾ പാവങ്ങളാ. പക്ഷെ അവരുടെ അടുത്ത് തുള്ളിച്ചാടരുതെന്ന് പറയാൻ ഇന്ന് നമുക്ക് പറ്റില്ല. കാരണം എന്നറിയോ? നമ്മൾ വായടച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഉപദേശിക്കാൻ പറ്റാത്ത തരത്തിൽ പിശാച് നമ്മളെ ബന്ധിച്ചു. ഓരോ ദിവസവും പത്രങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ, ചാനലുകളിൽ, പ്രത്യേകിച്ച് ചില ചാനലുകൾക്കെല്ലാം, ചില ഉപകരക ചാനലുകൾക്കെല്ലാം ഇതൊരു കൊയ്ത്തായി മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്നാന്നറിയുന്നില്ല. കത്തോലിക്ക സഭയുടെ ഓരോ വാർത്തകളും വളരെ രസകരമായി അവർ ഓരോ ദിവസം വ്യത്യസ്ത സ്റ്റൈലിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തോ കത്തോലിക്ക സഭയെ വളർത്തിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാ, ആദ്യം കത്തോലിക്ക സഭയെ നശിച്ചു പോകുന്നു എന്ന ആ വേദന കൊണ്ടാവാം, എന്തോ ആകട്ടെ. ആ ചാനലിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ തെരുവ് യുദ്ധം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓരോ ഇടവക്കാരും ഇന്ന് ഓരോ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായി മാറിക്കൊണ്ട് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടും അല്ലാതെയും ഇന്ന് ജയ് ജയ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നടു റോഡിൽ മുഴുവൻ നാനാജാതി മതസ്ഥരുടെ ഇടയിലൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നാനാജാതി മതസ്ഥരിലേക്ക് ഉപരിയായി യുവജനങ്ങള് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? മാത്രമല്ല, ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ചില തന്ത്രങ്ങളുണ്ട്. എന്നാ പറയുന്നോ, ഒരു ടീമിനെ മറു ടീം തകർക്കാനുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഗ്രൂപ്പുകളെ പോലെ തന്നെ ഇന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതില് സിനഡിന് തീരുമാനമായി പോയിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പിതാക്കന്മാരെ എന്നോ പ്രസംഗിച്ചതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇല്ലേ, ഇന്ന് പാവപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവിനെയും തലശ്ശേരി അതിരൂപതയുടെ പമ്പ്ളാനി പിതാവിനെയും ചെറിയ കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പിതാക്കന്മാർ മുഴുവൻ അവരെ അനുകൂലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സൂത്രവാക്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തം പല്ല് കുത്തി നാറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇന്ന് നോക്കിയേക്ക്, എവിടെ ചെന്നാലും ഇന്ന് സമരങ്ങളാ. സമരം തന്റെ മുറകള് പറയാതിരിക്കുക ഭേദം കേട്ടോ, ഇല്ലേ? നമ്മളിങ്ങനെ കുർബാനയുടെ ഒരു സമരമുറയൊക്കെ ഉണ്ടായി. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. പറയാൻ എനിക്ക് പേടിയാ. കുർബാന എന്ന് പറയുമ്പോൾ തന്നെ ആ പരിശുദ്ധമായ ആ കുർബാനയെ അങ്ങനെ ഒരു സമര ആയുധമാക്കി മാറ്റി പോയ ഒരു വലിയൊരു കഥ അത് അവിടെ ഇരിക്കട്ടെ. ഇരുപക്ഷവും ചെയ്ത ആ ഒരു വൃത്തിക്കേടുകളുണ്ട് അവിടെ അന്നത്തെ ദിവസം. എന്തോ ആവട്ടെ, അവിടേക്ക് ഞാൻ പറയുന്നില്ല. കാരണം അത്രമാത്രം വേദനിച്ചു പോയ, ഞാൻ കുറച്ച് 4-5 ദിവസം മുമ്പ് ഞാൻ പ്രസംഗിച്ചിരുന്നു, അത്രമാത്രം കേരള മനസ്സാക്ഷി, ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അവിടെ കിടക്കട്ടെ. പക്ഷെ വീണ്ടും 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 ഈ പേര് പറഞ്ഞുകൊണ്ട് ഈ 2023 എൻ്റെ ദൈവമക്കളെ ഒരു തിരിച്ചറിവുണ്ടാവുക. നിങ്ങൾ ഈ പബ്ലിക്കായി കടന്നുപോയി ഈ പബ്ലിക്കിന് മുഴുവൻ നാറ്റിക്കുന്ന തരത്തിലെ വലിയ മൈക്കും, ഇന്ന് ചെറിയ മൈക്കൊന്നും പിടിക്കണ്ട, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ സാധനം തരംഗങ്ങൾ പോകുമ്പോൾ എന്താ കത്തോലിക്ക സഭയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിൽ ചെറിയൊരു വിഭാഗത്തിന് ഉണ്ടാകുന്ന ഈ മാനഹാനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതെന്ന് പറയുക കോമ്പറ്റീഷൻ സ്പിരിറ്റില് ചെയ്ത കോക്കേഴ്സ് ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ മനുഷ്യരെല്ലാവരും നല്ലവരാ. ഇത് പിശാചിന്റെ തന്ത്രങ്ങളാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു സൂചന നൽകിയിരുന്നു. എന്നാ പറയുന്നത്, ബ്ലാക്ക് മാസ്, കർത്താരാധന, അത് അവരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ സഭയെ തകർക്കാനുള്ള വലിയൊരു ഗ്രൂപ്പ്, അവിടെ ഒരു അജണ്ടയാണ് ഇതിന്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ചില ഉപഗ്രഹ ചാനൽ അടക്കം.
ഇവരാണ് പല വ്യക്തികളെയും പിടിച്ചുകൊണ്ട് ഈ സഭയെ, ഇല്ലേ, കത്തോലിക്ക സഭ 2000 വർഷം പഴക്കമുള്ള ഈ സഭയെ, കെട്ടുറപ്പുള്ള സഭ, പല പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ഇവരെല്ലാം ഒരുമിച്ച് ഒരുമയോടെ നിന്നുകൊണ്ട് മുന്നേറുന്ന സഭ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച്, ഇല്ലേ, അത് രക്തം ഊറ്റി കുടിക്കുന്ന മുട്ടനാടിന്റെ കഥ മുട്ടനാടുകൾ നമ്മൾ കൂട്ടിയിടിക്കുമ്പോൾ രക്തം ഊറ്റി കുടിക്കുന്ന കുറുക്കന്റെ കഥ പോലെ ചില കുറുക്കന്മാരെ, ഈ കുറുക്കന്മാരാണ് ഈ എന്താ പറയാ കൂട്ടിയിടിപ്പിച്ച് രക്തം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമക്കളെ, യുവജനങ്ങള് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പിന്നീട് നമുക്ക് ഈ യുവജനങ്ങൾ തിരിച്ചു കിട്ടാൻ വലിയ പാടായിരിക്കും. എത്ര വലിയ ഇനി ബൈബിൾ കൺവെൻഷനുകൾ, ഇല്ലേ, വലിയ വലിയ ബൈബിൾ കൺവെൻഷനുകളുള്ള വേദിയോടെയൊക്കെ ഈ വലിയ വലിയ ബൈബിൾ കൺവെൻഷനുകളും അല്ലെങ്കിൽ വലിയ 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 എന്താ പറയുക സംഘടനകളും ഒക്കെ നമുക്ക് ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും അവസാനം ഇപ്പോൾ യുവജനങ്ങൾ നമ്മൾ കണ്ടു, ഇല്ലേ, കരോളിന്റെ പേരിൽ നമ്മൾ യുവജനങ്ങളൊക്കെ ദേവാലയ പരിസരങ്ങളിൽ DJ പാർട്ടി തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ട്, അത് സിനിമാ ഗാനം ആടിക്കൊണ്ട്, എന്തിനു പറയുന്നു, ഈ ക്രിസ്മസും അതിന് മുന്നിലും അല്ലെങ്കിൽ പള്ളി പെരുന്നാളുകൾ മുഴുവൻ ഇന്ന് യുവജനങ്ങളെ തുള്ളിച്ചാട് ഈ യുവജനങ്ങൾക്ക് ഒരു മറുപടി പറയാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ വായാൽ മൂടപ്പെട്ടുപോയി. എങ്ങനെ പറയാൻ പറ്റും? യുവജനങ്ങളുടെ അടുത്ത് എന്ത് പറയാൻ പറ്റും? മക്കളെ, സിനിമാ പാട്ട് പാടരുത്, പള്ളിയുടെ അകമാണ് അല്ലെങ്കിൽ പള്ളിയുടെ പുറത്താണ് തുള്ളിച്ചാടരുത്, പരിശുദ്ധമായി ആചരിക്കേണ്ടതെന്ന് പറയാനുള്ള വോയിസ് നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ മുട്ടനാടുകൾ നമ്മൾ കൂട്ടിയിടിയും, അതിൽ നിന്നും വരുന്ന രക്തം കുടിക്കുന്ന കുറുക്കന്മാർ ബഹുവചനം ഞാൻ പറയാൻ എൻ്റെ ദൈവമക്കളെ, ഇത് വലിയൊരു തീരാ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് വലിയൊരു തീരാ നഷ്ടത്തിൽ പോവാ. നിങ്ങൾ തമ്മിൽ തല്ല് നടന്ന് അവസാനം പള്ളിക്കകത്ത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയ ആ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ് ആ വിദേശത്തിന് സ്ഥലം ഞാൻ പറയുന്നില്ല, അവിടെ പള്ളിയിലേക്ക് പോയപ്പോഴേ 4-5 ആളുള്ളോ, ആളെ ഏകദേശം 10 ദിവസമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ധൂപകുറ്റി വീശാൻ ആളില്ല. അപ്പൊ അവിടെ കുറ്റി വെച്ചിരിക്കുക, ആ കുറ്റിയിലെ ധൂപകുറ്റി കെട്ടിയിരിക്കുകയാണ്. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചപ്പോഴേ ആ ധൂപകുറ്റി ഒന്ന് വീശാനോ ഒന്ന് പിടിക്കാൻ പോലും ആളില്ലാത്ത തരത്തിൽ ആ വിദേശ നാട് അധപതിച്ചു കൊണ്ടിരിക്കും. എന്റെ ദൈവമക്കളെ, ഇതന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ദേവാലയങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം യുവജനങ്ങളല്ല ആരും തന്നെ അവിടേക്ക് വരാൻ പറ്റാത്ത തരത്തിലുള്ള വേലികളാണ് ഇപ്പൊ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിഞ്ഞോ? ഇനി നമ്മളിഞ്ഞ് രമ്യതയിലേക്കൊക്കെ വരും. രമ്യതയിലേക്ക് വരുമ്പോഴേക്കും ഒക്കെ നമ്മുടെ കൈവിട്ടു പോയിണ്ടാവും. എന്റെ ദൈവമക്കളെ, ഈ 2023 ഒന്ന് ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, ഞാൻ പലപ്പോഴും പറയുന്നില്ലേ, ഇതൊരു കോമ്പറ്റീഷൻ അല്ല, മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. തെരുവിലിങ്ങനെ കുരിശും പിടിച്ചുകൊണ്ട് നടക്കുകയല്ല, മറിച്ച് നമ്മൾ ആ ഓരോ വീക്കിലും വിശുദ്ധ കുർബാനയ്ക്കും മധ്യേയും അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സന്നിധിയിലും ഉപവസിച്ചും മുട്ടുമടക്കിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. ഈ പിശാചിനെ ഓടിപ്പിക്കണം. നമ്മുടെ യുവജനങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. രക്തസാക്ഷ്യത്തിനുള്ള ശക്തി ആ മക്കൾ നേടണം. ഈ ഇന്ത്യയിൽ 140-150 കോടിയിലേക്ക് അത് ക്രിസ്തുവിന് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കണം. ആമേൻ.